ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ശ്രീഭദ്ര. ഇന്നത്തെ പ്രധാന വാർത്ത വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്തുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ചാണ്. വളരെ ദുഃഖകരമാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നമ്മുടെ റിപ്പോർട്ടർ ശ്രീ പാർവതി ഉണ്ട്. നമുക്ക് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് റിപ്പോർട്ടർ ശ്രീ പാർവതിയോട് ചോദിക്കാം. ഹലോ ശ്രീ പാർവതി, കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീഭദ്ര, കേൾക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണ്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, ഹലോ ശ്രീഭദ്ര, ഇതെല്ലാം കാണുന്നുണ്ടോ? ഇവിടെ വെള്ളപ്പൊക്കത്തിൽ പെട്ട ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. അപ്പോൾ നമുക്ക് ശ്രീ പാർവതിയെ ഒന്നും കൂടി കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഉരുൾപൊട്ടലിൽ കെട്ടിടങ്ങളുടെയും ബാക്കിയുള്ള സാധനങ്ങളുടെയും കാറുകളുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. കുട്ടികളെയും മാതാപിതാക്കളെയും രക്ഷിക്കുന്നതുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. മറ്റുള്ള അവശിഷ്ടങ്ങളും ഇതിൽ കാണാം. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീഭദ്ര, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. എൻ്റെ കൂടെ നേരത്തെ കണ്ട ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. അവനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. കുട്ടി പേടിച്ചോ? ഉറക്കെ പറ. ശ്രീഭദ്ര, ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കനത്ത മഴയും കുത്തൊഴുക്കുമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ റേഞ്ചിൻ്റെ കുറവുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട് ശ്രീ പാർവതി. ഏകദേശം 300ഓളം കുട്ടികളും വലിയവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ ഹോസ്പിറ്റലിലും ക്യാമ്പുകളിലും ആക്കിയിട്ടുണ്ട് ജീവനോടെ. ഇനിയും ഒരുപാട് പേരെ കിട്ടാനുണ്ട്. വളരെ ഞെട്ടലോടെയാണ് നമുക്ക് ഈ വാർത്ത കേൾക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥലത്തെത്തി ദുഃഖം സംഭവ സ്ഥലം സന്ദർശിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭവ സ്ഥലത്ത് എത്തി. വീട് നഷ്ടപ്പെട്ടവർക്കും ആരോഗ്യം നഷ്ടപ്പെട്ടവർക്കും സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു മന്ത്രിമാരും രാഷ്ട്രീയ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സംഭവ സ്ഥലത്ത് എത്തി. നമുക്ക് ഏറെ പറയാനുള്ളത് ഇന്ത്യൻ സൈന്യം പണിതുകൊടുത്ത പാലത്തിനെ കുറിച്ചാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് വളരെ ഉപകാരപ്പെടുന്നു. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. വിശദമായ വാർത്ത ഇനിയും പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.